കുറഞ്ഞ ചിലവിൽ എങ്ങനെ ഭൂട്ടാൻക്ക് പോവാം. ഇപ്പോൾ ഞാനുള്ളത് സിലിഗുരി റെയിൽവേ സ്റ്റേഷനിലാണ്. ഇതാണ് സിലിഗുരി റെയിൽവേ സ്റ്റേഷൻ. ഇവിടേക്ക് എങ്ങനെ എത്തിയെന്ന് വെച്ചാൽ കേരളത്തിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ആദ്യം NJP എന്ന സ്റ്റേഷനാണ്, ന്യൂ ജഗൽപുരി. അവിടേക്കുള്ള ട്രെയിൻ കയറാം. പിന്നെ അവിടെ നിന്ന് നേരെ സിലിഗുരിക്ക് വരാം. ഇന്നലെ സിലിഗുരി വന്നിട്ട് ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് ഇന്ന് രാവിലെയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഇനി ഇവിടെ നേരെ അസിമാറേക്കുള്ള ട്രെയിൻ കയറണം. രാവിലെയാണ് അസിമാറേക്കുള്ള ട്രെയിനുള്ളത്. രാവിലെ 7 മണിക്കും അതേപോലെ 8 മണിക്കൊക്കെ. ഇനി അസിമാറേക്കുള്ള ടിക്കറ്റ് എടുക്കണം. ഇവിടെ 142 കിലോമീറ്റർ ദൂരമുണ്ട്. ഇതാണ് സ്റ്റേഷൻ കൗണ്ടർ. ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. അങ്ങനെ ടിക്കറ്റ് കിട്ടുക. അസിമാറേക്ക് ഇവിടെ നിന്ന് 60 രൂപയാണ്. ഇനി ന്യൂ ജഗൽപൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ട്രെയിനുണ്ട്. അത് അതിൻ്റെ നെക്സ്റ്റ് സ്റ്റോപ്പ് ഇവിടെയാണ്. അതുമ്പോൾ അത്യാവശ്യം തിരക്കുണ്ടാകാൻ ചാൻസ് വളരെ കുറവാണ്. ഇതാണ് സിലിഗുരി റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം. ഇവിടുന്ന് ഡാർജിലിംഗ് പോകാനുള്ള ട്രെയിൻ കിട്ടും. പക്ഷേ ഇവിടുത്തെ ട്രെയിൻ എക്സ്പെൻസീവ് ആണ് ഇത് വരണത്. ഡാർജിലിംഗ് പോകാൻ അതിലും ബെറ്റർ ബസ് പോകാനാണ് പറഞ്ഞത്. ട്രെയിൻ കിട്ടി, സീറ്റും കിട്ടി. ഇത് ന്യൂ ജഗൽപൂരിൽ നിൽക്കുന്നുണ്ടായതുകൊണ്ട് തിരക്ക് വളരെ കുറവാണ്. ഇതിൻ്റെ നേരത്തെ മുന്നത്തെ സ്റ്റേഷനാണ് ഈ ട്രെയിൻ എടുക്കേണ്ടത്. രണ്ടാമത്തെ സ്റ്റേഷനാണ് സിലിഗുരി. ₹20 है ना? मिलन मिलाज मिलाद घर किधर है आपको? नीट बदा हैं? नीट बदा नीट बदा ഇതൊക്കെ എവിടെയാണോ പഠിച്ചത്? ठीक है. किधर जा रहे हैं? दंगल दंगल. अच्छा, कौन सा क्लास में पढ़ते हैं? UKG. സിലിഗുരിയിൽ നിന്ന് കയറി അസിമാറിലെത്തിയ സിലിഗുരിയിൽ നിന്ന് ഇത്ര 7:45 കയറി ഇവിടെ എത്തിയപ്പോൾ അത്യാവശ്യം ലേറ്റായും ചെയ്ത്. 11:45 11:30 എത്തേണ്ടത് ഇവിടെ 12 മണിക്ക് എത്തിയത്. ഇനി ഇവിടെ നിന്ന് ജയ്ഗോണ് പോകണം. ജയ്ഗോണ് നേരെ ഭൂട്ടാൻ ബോർഡർ പോകണം. ഇവിടെ നിന്നെങ്കിൽ ബസ് പിടിക്കണം, അല്ലെങ്കിൽ ഷെയർ ടാക്സി. ഇവിടെ നിന്ന് 15 കിലോമീറ്റർ ഉണ്ട് ജയ്ഗോണക്ക്. ജയ്ഗോൺ പോവാൻ ഓട്ടോയിൽ പോവാൻ ഷെയർ ടാക്സി. ഇയാളും ജയ്ഗോണക്കുള്ളതാണ്. ഇയാൾ സംഭവിച്ചു. ഈ കാണുന്ന തേയിലത്തോട്ടം. അസിമാറയിൽ നിന്ന് ജയ്ഗോൺ വന്ന് അവിടുന്ന് ഓട്ടോക്ക് ആയത് 50 രൂപയാണ്. 200 രൂപ കൊടുത്തു, 150 രൂപ ബാക്കി കിട്ടി. അതിൽ 100 കിട്ടിയത് നേപ്പാളി മണി. നേപ്പാളി അല്ല, ഭൂട്ടാനി മണിയാണ്. ഇതാണ് ഭൂട്ടാൻ്റെ 100 രൂപ. ഫൈനലി അങ്ങനെ ഇന്ത്യ ഭൂട്ടാൻ ബോർഡറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഭൂട്ടാൻ ബോർഡർക്കുള്ള എക്സിറ്റ് ആണത്. എക്സിറ്റ് എൻട്രി. ഇതിൽ കൂടെ നടന്ന് പോകാൻ പറ്റില്ല. നടന്ന് പോകാൻ വേറെ വഴിയാണ്. ഈ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് വീഡിയോ എടുത്തപ്പോൾ ഓഫാക്കാൻ പറഞ്ഞു ലാസ്റ്റ്. അതിൻ്റെ മുന്നിൽ പ്രശ്നമല്ല, ഇവിടെ നിന്ന് പ്രശ്നമല്ല. ഇതാണ്
ഭൂട്ടാൻ ഇന്ത്യ ബോർഡർ. ഭൂട്ടാനിൽ കയറുന്നതിന് മുന്നേ ഫുഡ് എന്തെങ്കിലും കഴിക്കട്ടെ. അവിടെ കയറിയാൽ പിന്നെ ചിലപ്പോൾ റേറ്റ് കൂടുതലേക്ക് കയറാം. ഇവിടുത്തെ പോലെ ആവാൻ ചാൻസ് കുറവാണ്. അതിന് മുന്നേ ഇവിടെ നിന്ന് എന്തെങ്കിലും ഫുഡ് കിട്ടും അവിടെ. അതൊക്കെ ഇവിടുത്തെ മാർക്കറ്റാണ്. चिकन डाल के दीजिए इसको वो जो पैसा को नाम है ये इनको वीडियो बनाइए. കുറേ ദിവസമായി അരിഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ട്. ഇന്ന് ചിക്കൻ കറി ഉണ്ട്, പിന്നെ വെജിറ്റേറിയൻ ഒക്കെ ഉണ്ട്, ആലു ഉണ്ട്, എന്തെന്തോ വേറെ എന്തോ സാധനം, പിന്നെ 2-3 സ്നാക്സ് ഉണ്ട്, ഇതെന്തോ ഒരു കറി ഉണ്ട്. കൊള്ളാം. ഭൂട്ടാൻ ബോർഡറിൻ്റെ അവിടെ നിന്ന് ഡയറക്റ്റ് ഗാങ്ടോക്കും നേപ്പാൾക്കൊക്കെ ബസ്സുണ്ട്. നേപ്പാൾക്ക് പോകാൻ ഇന്ത്യൻ റുപ്പി 3500 വരണം. നേപ്പാൾക്കുള്ള സിക്കിമുണ്ട്, ഗാങ്ടോക്ക് ഉണ്ട്, നേപ്പാൾ കാക്രവിക്ക നേപ്പാൾ ബോർഡറാണ്. നേപ്പാൾക്ക് ഇന്ന് ബസ്സില്ല, നാളെ ഉള്ളു. ബോർഡറിൻ്റെ അടുക്ക് ഒന്നുകൂടെ പോയി നോക്കട്ടെ. ഇവിടെ ആരോ വന്നിട്ടുണ്ട്. ഏതൊരു ലാമയാണ് വിഷയമുണ്ട് മെയിനായിട്ടുള്ള. ഏതോ മിനിസ്റ്റർ മന്ത്രി ആരോ ആണ് നേരത്തെ വന്നത്. എല്ലാവരും സല്യൂട്ടൊക്കെ ചെയ്യുന്നു. നടന്നിട്ട് അതിൽ പോകാൻ പറ്റില്ല, ക്രോസ് ചെയ്യാൻ പറ്റില്ല ബോർഡർ. അതിന് വേറെ വഴിയുണ്ട്. ഇതിൽ കൂടെയാണ് നടന്നിട്ട് ക്രോസ് ചെയ്യേണ്ട വഴി. ഈ വഴിയാണോ? മാർക്കറ്റ് എന്തെങ്കിലും നോക്കാം. ഇവിടെ നിന്നാണ് എൻട്രി ചെയ്യേണ്ടത്. അല്ലോട്ടനെ ഈ ഗേറ്റ് അല്ല, 3 നമ്പർ ഗേറ്റാണ്. 3 നമ്പർ ഗേറ്റ് എവിടെ തപ്പണം. भैया 3 नंबर गेट किधर है? 3 नंबर के पता नहीं भाई, वो हम पहली बार जा रहे थे. अच्छा, हम लोग तो गाड़ी ना वो ഇതാണ് 3 നമ്പർ ഗേറ്റ് എന്ന വിഷയമുണ്ട്. ഞാൻ ഭൂട്ടാൻ്റെ ഉള്ളിൽ പോകണ്ട. ക്യാമറ അലൗഡ് ആവാൻ ചാൻസ് ഇല്ല. ഒന്ന് വോട്ടർ ഐ ഡി കാണിക്കേണ്ടി വരും. അതിൻ്റെ ഉള്ളിൽ കയറാന്നുണ്ടെങ്കിൽ അവിടുന്ന് വോട്ടർ ഐ ഡി കാണിക്കാം, ഇവിടെ നേരെ കയറാം. അലോട്ട് नहीं हम ड्रेस नहीं अलाउड ठीक है. അവിടെ സെക്യൂരിറ്റി ഉണ്ട്. അവിടെ നേരെ ബാഗ് വെക്കുക, നേരെ പോവാം. ഇത്രയേ ഉള്ളൂ ഇവിടെ പ്രൊസീജിയർ. വോട്ടർ ഐ ഡി കൊടുക്കുക, അല്ലെങ്കിൽ പാസ്പോർട്ട് കൊടുക്കുക, എന്നിട്ട് നേരെ ഉള്ളിൽ കയറാം. എന്നിട്ട് സെക്യൂരിറ്റി ചെക്കിങ് ചെറുതായിട്ടൊന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ എൻട്രി കിട്ടി. ഇനിയൊന്നും ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. ഈ ടെർമിനലിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കാൻ അയച്ചില്ല. എൻട്രിൻ്റെ വീഡിയോയൊക്കെ അവിടുത്തെ ഒരു മാഡം ഡിലീറ്റ് ആക്കിച്ച്. ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഒരു സമാധാനമുണ്ട്. ഇതിൻ്റെ പുറത്ത് ഇത്രയും നേരം ഭയങ്കര ചൂടും എന്നൊക്കെ ആയിരുന്നു. ഭൂട്ടാന് കുറേ പ്രത്യേകത ഉണ്ട്. എന്താ വെച്ചാൽ ഒന്ന് ഭയങ്കര നാച്ചുറൽ ഫ്രണ്ട്ലി ആണ്.
അതുകൊണ്ട് പുകയില പാടില്ല, പിന്നെ മരം വെട്ടാൻ പാടില്ല, പിന്നെ ഹണ്ടിങ് പാടില്ല, പിന്നെ ഇവിടെ ഹോൺ അടിക്കാനും പാടില്ല, പിന്നെ സിഗ്നലില്ല, പിന്നെ ഇപ്പം എന്തൊക്കെയുള്ളത്, അങ്ങനത്തെ കുറേ നിയമങ്ങളുണ്ട് ഇവിടെ. പിന്നെ ഭയങ്കര വൃത്തിയുണ്ടല്ലോ ഇവിടുന്ന്, നല്ല വൃത്തിയുണ്ട്. നേരത്തെ ബോർഡർ വരെ ഒരു വൃത്തിയില്ലായിരുന്നു, ഇന്ത്യൻ്റെ ബോർഡർ വരെ ഭയങ്കര റഷും പിന്നെ റോഡൊക്കെ ഭയങ്കര മോശമായിരുന്നു. പക്ഷെ ഇതിനുള്ളിൽ നേരെ കയറിയപ്പോൾ രാവും പകലും വ്യത്യാസമുണ്ട്. ഇവിടുന്ന് ആകെ ഒരു ദിവസം ഇവിടെ പെർമിറ്റ് ഉള്ളൂ, അതിനുശേഷം പിന്നെ വേറെ പെർമിറ്റ് എടുക്കണം. 24 hour മാത്രമേ ഇവിടെ പെർമിറ്റ് ഉള്ളൂ. അതിനുശേഷം ഇവിടെ നമ്മൾ വേറെ 1200 രൂപ കൊടുത്ത് ഇവിടെ പെർമിറ്റ് എടുക്കണം, അല്ലെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ പുറത്ത് പോകണം. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം. Please have a seat. താങ്ക് യു. Where are you from, sir? I'm from Kerala. Oh, so you're going here, sir? Thimphu Park? नहीं है, ओनली आज ही स्टे. नाम क्या आपको? Again. उगीन. अच्छा, आपको? प्रकाश. प्रकाश. हाँ जी. भूटान है ना? भूटान का है. आपको थिम्पू जाना है तो लेके जाएगा. यहाँ तक टेंट डालने के लिए एनी प्रॉब्लम है ना? Allowed नहीं है. अलाउड नहीं है. ठीक है. ഇവിടെ ടെൻറ്റ് അടിക്കാൻ പാടില്ല എന്നാണ് അവർ പറഞ്ഞത്. टेंट बना के बैठना है. हाँ. Allowed नहीं है. अच्छा, होटल में बैठना पड़ता है. ठीक है. होटल पे. और कितना दिन के लिए आए आप? मैं एक दिन, मैं भी आज जा रहे हैं, मैं भी कल जा रहे हैं. तो इधर किधर बैठेगा? इधर ഇവർ ജസ്റ്റ് ഗുമിനൊക്കെ നമ്മൾ നാട്ടിലത്തെ പോലെ വെറുതെ നേരെ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകാനൊന്നും പറ്റൂല. ഞാൻ ക്രോസ് ചെയ്യാൻ വന്നപ്പോൾ തന്നെ അവിടുത്തെ ഒരാൾ ചീത്തിറങ്ങി. ഡയറക്റ്റ് മറ്റേ സീബ്ര ലൈൻ്റെ അവിടെ നിന്ന് മാത്രമേ ക്രോസ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അവിടെ അങ്ങനത്തെ സീനുണ്ട്. പിന്നെ അവിടെ ഒറ്റൊരു വണ്ടി ഹോണൊന്നും അടിക്കണില്ല, സൗണ്ടും കുറവാണ്, പൊല്യൂഷനും കുറവാണ് അവിടെ. പിന്നെ കാർബൺ നെഗറ്റീവുള്ള ഒരു രാജ്യമാണത്. നമ്പർ പറ്റില്ല. നൈനേ ഒരു ഇവിടെ കറങ്ങാൻ വേണ്ടി ടാക്സി വെക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു മൊണാസ്ട്രി ഉണ്ട്, അവിടെ പോയി നോക്കാം. എന്തായാലും ഈ മൊണാസ്ട്രീൻ്റെ ഉള്ളിൽ പോയി നോക്കാം. ഹായ്. ഇവിടെ ബുദ്ധൻ്റെ സ്തൂപൊക്കെ ഉണ്ട്. ഇതിൻ്റെ ചുറ്റും നടന്നു കണ്ടെന്തോ ഒരു പ്രാർത്ഥന ഉണ്ട്. നല്ല കയ്യാട്ടണം. നമുക്കിത് കറക്കാം, അവർക്ക് മാത്രമല്ല. ഇത് നല്ല വെയിറ്റ് ഉണ്ട്, ഇത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കറക്കാൻ. എന്തായാലും ഇതിൻ്റെ ഫ്രണ്ടും കൂടെ പോയേക്കാം. ഇതിൻ്റെ ഉള്ളിൽ തീയൊക്കെ മെഴുകുതിരി കത്തിച്ചിട്ടുണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി. ഇത് കൊടുക്കത്തെ കറക്കല്. ഇതിമ്മ തട്ടുമ്പോഴാണ് സൗണ്ട് വരുന്നത് മേലെ. എന്താ തട്ടാതെ? ആ, ഈ കമ്പി. അമ്മമാരൊക്കെ ഇവിടെ വെറ്റില മുറുക്കാണ്. എൻ്റെ ബാഗ് കൊണ്ടുവരട്ടെ, അല്ലെങ്കിൽ മുറുക്കി കണ്ട് നമുക്കിപ്പോൾ. ഇവിടെ പെട്രോളിന് നമ്മളെ നാട്ടിലത്തെ ഇന്ത്യൻ്റെ പെട്രോൾ രൂപൻ്റെ പകുതിയുള്ളൂ. ഇവിടെ 60, 62, 63 ഉള്ളൂ. ഇവിടുത്തെ ആൾക്കാർ ഇവിടുന്ന് പെട്രോൾ എടുക്കും, അവിടെ നേരെ ഇന്ത്യയിൽ കൊണ്ടുപോയിക്കാണ്ട് വിൽക്കും. ഇതാണ്
നമ്മൾ കാറിനോ ബൈക്കിനൊക്കെ വരുമെന്നുണ്ടെങ്കിൽ എൻട്രി ഇതാണ്. നമ്മൾ നേരത്തെ കണ്ട എൻട്രി ആണത്. ആ എൻട്രി നേരെ ഇങ്ങനെ വരും. പാസ് എടുത്ത് വരുമ്പോൾ നടന്നു വരണമെന്നുണ്ടെങ്കിൽ നേരെ ആ സൈഡ് കൂടെ വരും. അവിടെ നേരെ ഇങ്ങനെ വരും. പിന്നെ ബൈക്കൊക്കെ വരുമ്പോൾ 2 ഹെൽമെറ്റ് മസ്റ്റാണ്, അല്ലെങ്കിൽ ഇതിനുള്ള കയറ്റി വിടില്ല. 2 ഹെൽമെറ്റ്, പിന്നെ പാസ്പോർട്ടോ അല്ലെങ്കിൽ വോട്ടർ ഐ ഡി അതിലൊക്കെ വേണം. ഇതാണ് ഭൂട്ടാൻ ക്യാഷ്. ഭൂട്ടാൻ മണി ഇതാണ്. കുറച്ച് പൈസ ഞാൻ ചേഞ്ച് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിച്ചപ്പോൾ അവർ ബാക്കി തന്നതും ഭൂട്ടാൻ്റെ ക്യാഷാണ്. അത് ഇന്ത്യയിൽ നിന്ന് തന്നെ അവർ ഇത് തന്നത്. പിന്നെ അവിടെ നിന്ന് കുറച്ച് പൈസ ചേഞ്ച് ആക്കി. ഇതിനുള്ളിൽ ആവശ്യം വന്നാലും. പിന്നെ ഇവിടെ കറങ്ങാൻ ഒരു ദിവസത്തിൻ്റെ മേലെ ദിവസം എടുക്കണമെന്നുണ്ടെങ്കിൽ മസ്റ്റായി കണ്ട ഒരു ഗൈഡ് വേണം. പിന്നെ നമ്മൾ ഹോട്ടലും ബുക്ക് ചെയ്യണം, എന്നാലേ അവിടെ എൻട്രി കിട്ടുള്ളൂ. ഒരു ദിവസത്തിന് ഫ്രീ ആണ്. ഒരു ദിവസം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തെമ്പ് പോകണമെന്നുണ്ടെങ്കിലും അതേപോലെ ടൈഗർ ഹില്ല് പോകണമെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ദൂരമുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് വണ്ടി ബുക്ക് ചെയ്തിട്ട് തന്നെ പോകേണ്ടി വരും. ഇവിടെ നിന്ന് ലിഫ്റ്റ് അടിക്കാനും പറ്റില്ല. എന്താ വെച്ചാൽ അതിൽ ഹെൽമെറ്റ് വേണം. 2 ഹെൽമെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ലിഫ്റ്റ് അടിക്കാം. ഇവരാരും നിർത്തി തരില്ല. ഇതിൽ കൂടെ ഒരു പുഴ പോകുന്നുണ്ട്, താഴെ കൂടെ ഇതേ പോകണം. ഇവിടെ നടന്നാൽ പറ്റില്ല. ഇതിൽ കൂടെ ധൈര്യമായിട്ട് റോഡ് മുറിച്ച് കിടക്കാം. അടുത്ത പോലെ തലങ്ങുന്ന വണ്ടി വരില്ല. നല്ല വെയിലാണ്, അത് മാത്രമേ സീനുള്ളൂ. പക്ഷെ ഇതിലേറെ വെയിലായിരുന്നു താഴെ ഇറങ്ങിയപ്പോൾ. താഴല്ല, ഇന്ത്യൻ്റെ ബോർഡറിൻ്റെ അവിടെ. പക്ഷെ അവിടെ പൊടിയും ഒക്കെ ഉണ്ടായതുകൊണ്ട് ഒന്നുകൂടെ കുറച്ച് കൂടുതലുള്ള പോലെ തോന്നി. ഇവിടെ പിന്നെ ഒരു ആശ്വാസമുണ്ട്. ഇവിടെ ഒരു ബ്രിഡ്ജുണ്ട്. മാക്സിമം സ്പീഡ് 20, ലോഡ് ലിമിറ്റ് 40. ഇതിൽ അത്ര വലിയ വെള്ളമൊന്നുമില്ല, കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. സ്കൂൾ ബസ്സാണ് ചെയ്യേണ്ടത്. ആ മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇത്. കേരളത്തിൽ നിന്ന് ഭൂട്ടാൻക്ക് എത്താനുള്ള കുറേ ചിലവിന് എത്താനുള്ള വഴി എന്താ വെച്ചാൽ ആദ്യം കേരളത്തിൽ നിന്ന് പാലക്കാട് നിന്ന് കോഴിക്കോട് നിന്നുണ്ടാവില്ല, പാലക്കാട് നിന്ന് ന്യൂ ജഗൽപൂർ സ്റ്റേഷൻ ഉണ്ട്, അവിടേക്കുള്ള ട്രെയിൻ കയറാം. അതിൽ സ്ലീപ്പറിന് എത്ര 900-950 ആ റേഞ്ചിൽ വരുന്നുള്ളൂ. പിന്നെ അവിടുന്ന് നേരെ സിലിഗുരി വരിക. സിലിഗുരിയിൽ നിന്ന് നേരെ ഇന്ത്യൻ സ്റ്റേഷൻ്റെ പേര് അസിമാർ സ്റ്റേഷനിലേക്ക് വരിക. നേരെ ജയ്ഗോണാണ് ഇതിൻ്റെ ബോർഡർ. പിന്നെ അവിടെ നിന്ന് നേരെ നടന്നു വരാനുള്ള ദൂരമുള്ളൂ ബോർഡർക്ക്. ഇതിവിടുത്തെ ബസ് സ്റ്റാൻഡാണ്. അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വണ്ടി മസ്റ്റാണ്. തിരിച്ച് നടക്കട്ടെ. മഴക്കുള്ള നല്ല സാധ്യത കാണുന്നുണ്ട്. ഈ മലൻ്റെ മേലെ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് നേരെ സിറ്റിക്ക് തന്നെ പോവാം, അതാണ് ബെറ്റർ. മഴ പെയ്താൽ സീനാവും. ഇവിടെ ടെൻ്റ് അടിച്ച് നിൽക്കാൻ പറ്റുമോ നോക്കിയപ്പോൾ വേറെ പറഞ്ഞു ഇവിടെ ടെൻ്റ് അടിക്കാൻ പറ്റില്ല, ഇവിടെ ഹോട്ടൽ എന്തായാലും ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ടെൻ്റ് അടിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് ഇവിടെ ടെൻ്റ് അടിച്ച് നിന്നിട്ട് നാളെ രാവിലെ പോയാൽ മതിയിട്ട്. അവിടെ നിന്ന് എന്തായാലും പോകാൻ നന്നായി. ഇവിടെ മഴ പെയ്യാൻ തുടങ്ങി ചെറുതായിട്ട്. ഇനി ഇവിടെ അവിടെ ആണെന്നുണ്ടെങ്കിൽ കയറി നിൽക്കാനൊരു ഏരിയ ഇല്ല. ഇവിടെ ആകുമ്പോൾ ഏതെങ്കിലും ഷോപ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ചെറുതായിട്ട് മഴ തോന്നിയിട്ടുണ്ട്. ഭൂട്ടാനത്തെ ഈ സിറ്റിക്ക് പറയേണ്ട പേര് പുൻഷോളിങ് സിറ്റി എന്നാണ്. പുൻഷോളിങ് നോർക്കില്ലാം. ഇതാണ് നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഡയറക്റ്റ് കയറുമ്പോൾ ഭൂട്ടാനത്തെ ഫസ്റ്റ് സിറ്റി. ക്ലൈമറ്റൊക്കെ നല്ല മാറിയിട്ടുണ്ട്. നേരത്തെ ഒടുക്കത്തെ ചൂടായിരുന്നു. ഇപ്പോൾ മഴ പെയ്തപ്പോൾ ചെറിയൊരു ആശ്വാസം. ക്ലൈമറ്റ് മാറിയപ്പോൾ നല്ല രസമുണ്ട് ഇവിടെ കാണാൻ.
നേരത്തെ കണ്ട മൊണാസ്ട്രി ആണെങ്കിൽ ഇത് ഇതിൻ്റെ വേറെ സൈഡാണ്, അതിൻ്റെ നേരെ ബാക്ക് സൈഡാണ് ഇത്. ഇവിടുത്തെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ബാറാണത്, പക്ഷെ ബോട്ടിലൊക്കെ ഉണ്ട് അവിടെ. ബാറായിട്ടല്ല, പക്ഷെ സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ടൂറിസ്റ്റിനുള്ള റൂമും കാര്യങ്ങളും, അതിൻ്റെ മേലെ താഴെയൊക്കെ. ഇതാ മൊണാസ്ട്രി, ഇതൊക്കെ റൂംസാണ്. മൂവിൻ്റെ പോസ്റ്ററാണത്. മിസ്റ്റ നല്ല പേര്. ഇതുവരെ ഞാൻ വണ്ടി ഹോൺ അടിക്കുന്ന പോലും കേട്ടില്ല ഇത്രയും ടൈമായിട്ട്. സൂപ്പർ മാർക്കറ്റാണ്. പിസ്തോളിൽ നിന്നാണെങ്കിൽ മാർക്കറ്റിൻ്റെ പേര്. മാർക്കറ്റല്ല, ഈ സിറ്റിൻ്റെ പേര്. ഇവിടുത്തെ പാത്രങ്ങൾ, ടെൻ്റ് അടിക്കാൻ അലൗഡ് അല്ല, അതുകൊണ്ട് ഇന്ന് എന്തായാലും പുറത്ത് കൊണ്ടുവരും. നല്ല ഫൈൻ വരും, പോലീസ് നോക്കിയാൽ. ഇതാണ് എക്സിറ്റും ഇവിടെ തന്നെയാണ്. അങ്ങോട്ട് ക്യാമറ അലൗഡ് അല്ല, അതുകൊണ്ട് ഓഫാക്കിയിട്ട് പുറത്തിറങ്ങാം.